പ്രശാന്തേട്ട, യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണം. നേരത്തെയുള്ള നിയമമാണ്. ഈ സ്വത്ത് വിവരങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇനി മുതൽ ശമ്പളം തരില്ല. പുള്ളി യോഗി ആദിത്യനാഥിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ. കാരണം യു പി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു മുടിഞ്ഞ സംസ്ഥാനമായിരുന്നു. യോഗി വരുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷയില്ലാത്ത ബീഹാർ പോലെയൊക്കെ. കാരണം മാഫിയ സംഘങ്ങൾ, ആരോഗ്യ മേഖല തകിടം മറിഞ്ഞ് കിടക്കുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല തകിടം മറിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ സകല മേഖലയിലും അല്ലെങ്കിൽ മോശമാകുന്ന ഒരവസ്ഥ ആരും നോക്കാനും കാണാനുമില്ല. ആഭ്യന്തര വകുപ്പാണെങ്കിൽ അതൊരു മാഫിയ ഗ്രൂപ്പിൻ്റെ വേറെയാണ്. കാരണം മാഫിയ ഗ്രൂപ്പിനെ സഹായിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവർ ഒന്നിച്ച് കൊള്ള ചെയ്തു പോകുന്ന ഒരു രാജ്യം. അപ്പോൾ ഇതിനകത്തൊക്കെ മാറ്റം വന്നു. യു പി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 4 ആ ഒരു ഇതിൽ നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചില എതിർപ്പുകളൊക്കെ പാർട്ടിക്കകത്തു നിന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ലോബിക്കകത്തു നിന്നും ഒക്കെ വരുന്നത്. കാരണം ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്നിടത്ത് ഒരു സംസ്ഥാനത്തെ ഭരണത്തെ മോശമാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ വെക്കുന്നത് ഒന്ന് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അതിനെക്കാട്ടിൽ എളുപ്പത്തിൽ വെക്കുന്ന ഒന്ന് പോലീസാണ്. കാരണം പോലീസിൻ്റെ ഇപ്പോൾ രാവിലെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറിച്ചില്ല 10 പേര്, പോലീസ് മാന്യമല്ലാതെ പെരുമാറിയാൽ മതി. ഒന്നും ചെയ്യണ്ട. ഇൻഡയറക്റ്റ് ആയിട്ട് നീ ആരാ എൻ്റെ അല്ലെങ്കിൽ ചോദിക്കും നിൻ്റെ മുഖ്യമന്ത്രി ആരാടാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഞാൻ ആ പാർട്ടിക്കാരനാണ് അല്ലെങ്കിലൊക്കെ പറയും. അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചാൽ പോരെ. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ഈ മോശമാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ലോബിയുടെ ഒരു കളി അതിനകത്തുണ്ട്. അല്ലെങ്കിൽ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ മോശമായ ജാതി സംവിധാനമുള്ള ഒരു സംസ്ഥാനം. ഇദ്ദേഹം ടാക്കൂർ വിഭാഗമാണല്ലോ. അപ്പോൾ അതിനകത്തൊരു ആരോപണം ടാക്കൂർ വിഭാഗക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു. പുള്ളി ആരെയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. സ്വന്തം വീട്ടുകാരെ പോലും ഒരു കാര്യത്തിനകത്ത് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇതേ രീതിയിൽ മോശമാക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ആൾക്കാർ പോലീസും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. അവരെ കൂട്ടുപിടിക്കുന്ന ഈ ലോബി, രാഷ്ട്രീയ ലോബിയായിട്ട് ഒക്കെ ബന്ധമുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഈ ലോബികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക്, പണിയാത്ത രാഷ്ട്രീയക്കാർക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു രീതിയുണ്ടല്ലോ. അതെല്ലാം ഒഴിവാക്കി ന്യായമായ കാര്യങ്ങൾ കൂടി മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകുന്നത്, ഗുണ്ടകളെ ഇല്ലായ്മ ചെയ്തത്. ജാതി മതവും നോക്കാതെ ഓരോ പ്രദേശങ്ങളും ഓരോ ഗുണ്ടകളുടെ കീഴിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയും ആ ഗുണ്ടകളാണ് തീരുമാനിക്കുന്ന ആർക്ക് വോട്ട് ചെയ്യണം. ആ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ചില SP പോലെയും അല്ലെങ്കിൽ BSP പോലെയൊക്കെയുള്ള പാർട്ടിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് BJPയും കണ്ടേക്കാം. പക്ഷേ BJP ഒന്നും ഇപ്പം അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ലെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഗുണ്ട മാഫിയ സംഘങ്ങളെ ഒതുക്കുകയും ആഭ്യന്തര വകുപ്പിനെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുകയും ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുകയും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴും വളരെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇരുന്ന സമയം തൊട്ടേ ഈ പറഞ്ഞതാണ്, സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ഓരോ കൊല്ലവും അവരുടെ ആസ്തി അല്ലെങ്കിൽ നിലവിലുള്ള നിജപ്പെടുത്തണം അല്ലെങ്കിൽ പരസ്യപ്പെടുത്തണം. ഇത് കഴിഞ്ഞ ഏറ്റവും ഈ ജൂൺ മാസം വരെ അന്ത്യശാസനം കൊടുത്തിരിക്കുകയായിരുന്നു. 2021 ഡിസംബറിൽ അന്ത്യശാസനം കൊടുത്തതാണ്. പക്ഷേ ഇനിയും ഈ ഏറ്റവും അവസാനത്തെ അന്ത്യശാസനം കഴിഞ്ഞും ആ ഒരവസ്ഥയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ ഏതാണ്ട് ഒരു 90% അല്ലെങ്കിൽ 90% വരെ എനിക്ക് തോന്നുന്നു അവരുടെ ആസ്തി ഉദ്യോഗസ്ഥർ പ്രശസ്തപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും പ്രശസ്തപ്പെടുത്താനുള്ളവരെയും വെളിപ്പെടുത്താനുള്ളവരുടെയും ശമ്പളം കൊടുക്കണ്ട എന്ന് യോഗി തീരുമാനിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് ആരെതിർത്താലും അദ്ദേഹത്തിന് അവിടെ വളരെ കൃത്യമായിട്ട് ജനപിന്തുണയുണ്ട്. 87% യോഗി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതിന് താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് യു പിയിലെ സർവേ ചെയ്യുക. അത് ഏറ്റവും അവസാനത്തെ സർവേയിലും അങ്ങനെയാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില അസ്വസ്ഥതകളൊക്കെ യു പിയിൽ ഉണ്ടായിരുന്നില്ല. അതിന് ഉപമുഖ്യമന്ത്രി മൗര്യ അദ്ദേഹം പാർട്ടിയാണ് വെറുതെ അല്ലെങ്കിൽ മോദി യോഗി കുഴപ്പമാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരം വന്നു. അവസാനം പരാതി വന്നു. അദ്ദേഹം പരാതി പറയാൻ പോയത് മോദി അടുത്തും അമിത്ഷാ അടുത്തുമാണ്. അവസാനം RSS പറഞ്ഞു അടുത്ത പ്രാവശ്യവും അദ്ദേഹം തന്നെയായിരിക്കും മത്സരിക്കുന്നത്. കാരണം RSSന് അറിയാം ഈ സന്യാസി വര്യനാണ്. സന്യാസി വര്യൻ ഈ ടാക്കൂർ സമുദായത്തിനും അല്ല ഇതിൻ്റെ മഠത്തിനും യു പിക്ക് പുറത്തും അല്ലെങ്കിൽ ലോകത്തെവിടെയും ഉള്ള ഒരു സ്വാധീനമുണ്ടല്ലോ. രാഷ്ട്രീയക്കാർക്ക് അപ്പുറം ഈ സന്യാസിമാർക്കും അല്ലെങ്കിൽ അവരുടെ ഈ മഠത്തിനുമൊക്കെയുള്ള സ്വാധീനം അതിനെ മറികടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള രീതിയിൽ വന്നു. ഇപ്പം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഉപതെരഞ്ഞെടുപ്പ് 10 സീറ്റേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു 5 സീറ്റ് നേരത്തെ BJPയുടെ 3 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു, 2 ഘടകകക്ഷികൾക്കുണ്ട്, അപ്പനാളിനും മറ്റേ ഇതിനും ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ 5 സീറ്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് 10 സീറ്റും തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോരായ്മ മാറുന്നതിന് വേണ്ടി മൗര്യ പ്രസംഗിക്കാൻ ഇറങ്ങി, അല്ല പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ ഇതുപോലെ നല്ലൊരു മുഖ്യമന്ത്രി, യോഗി ആദിത്യനാഥ് നല്ലൊരു മുഖ്യമന്ത്രിക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവത്തില്ല. യു പിയുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തെ ഏറ്റവും പുകഴ്ത്തി സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് യു പിയിലെ പ്രശ്നങ്ങൾ തീർന്നു. യോഗിയുടെ കീഴിൽ BJP അല്ലെങ്കിൽ വരുന്ന ഒരു രീതിയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതിനെ യോഗിക്ക് വേണ്ട പിന്തുണയെല്ലാം RSS കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം യോഗി അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസി എന്നുള്ള രീതിയിൽ തന്നെ ജനങ്ങൾക്ക് പ്രാപ്തമാകുന്ന അഴിമതിരഹിത ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് വലിയൊരു വിജയത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് BJP. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് മാതൃകയാക്കിക്കൂടെ ഇതുപോലെ ഉദ്യോഗസ്ഥരെ? അപ്പോൾ പ്രശ്നമാകുമായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. അല്ല, നമ്മൾ ഈ കുറ്റം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ അഴിമതി കുറവുള്ള സംസ്ഥാനത്ത് കേരളമാണ്. നമ്മളെല്ലാം പറയുമ്പോഴേ നമ്മൾ ശതമാനക്കണക്ക് യു പിയിലൊക്കെ ശതമാനക്കണക്ക് ഒരു നേരത്തെ യോഗി വരുന്നതിന് മുമ്പ് നോക്കിയാലേ 67-70% നടക്കുന്നത്. ബീഹാറിലൊക്കെ 80-90% ഇവിടെ എന്ന് പറഞ്ഞാൽ 4-5% ഉള്ളൂ. അത് മാത്രമല്ല, കേരളത്തിലെ പല സർക്കാർ നമ്മളൊരു ചെറിയ ഒരു 5-10% മാറ്റി നിർത്തിയ ബാക്കി ഒരു 90% ആളുകളും ഈ ശമ്പളം കിട്ടി ജീവിച്ച് പോകുന്ന ആളുകൾ. അവർക്ക് ഈ മാസത്തിന്റെ ഒരു പകുതി ആകുമ്പോഴേ ഈ ശമ്പളം തികയാതെ വരും. പിന്നെ പറ്റുകടയിലെ വളരെ ഒരു 10% ആളുകളാണ് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയും ഒരുപാട് സമ്പത്തുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ കേരളത്തെ അങ്ങനെ പറയേണ്ട. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാർട്ടിയും മറ്റു കാര്യങ്ങളും നോക്കേണ്ട. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല കാര്യത്തിലും നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ്. അഴിമതിയുടെ കാര്യത്തിലും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ തുലനം ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ ഓരോരുത്തർക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മേടിക്കുന്ന ഒരു ചെറിയ കേസുകൾക്ക് പോലും മേടിക്കുന്ന പൈസ കേട്ടാലും അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ കേട്ടാൽ നമ്മൾ കേരളം എത്ര മനോഹരമാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും അല്ലെ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെയും ഭരണ സംവിധാനത്തിൻ്റെയൊക്കെ കഴിവ് പോലെ ഇരിക്കും. അത് നടപ്പാക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നടപ്പാക്കട്ടെ. ഉദ്യോഗസ്ഥ ലോബികളെ ഒഴിവാക്കി ജനത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഭരണം കൊണ്ടെടുത്ത് അതിന് മോദിയെ മാതൃകയാക്കാമെങ്കിൽ മോദിയെ മാതൃകയാക്കട്ടെ, പിണറായി വിജയനെ മാതൃകയാക്കണേ പിണറായി വിജയനെ. ആരെ മാതൃകയാക്കിയാലും അത് ജനത്തിന് ഉതകുന്ന രീതിയിലാണെങ്കിൽ ആരും അംഗീകരിക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പം അത് അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് ആശിക്കാം. നമ്മൾ ഈ ടോക്കിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്താനൊരു കാരണം ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഒരു പശ്ചാത്തലത്തിലാണോ അതോ മറ്റെന്തെങ്കിലും ഒരു കാരണവും കൂടെ അതിനകത്തുണ്ടോ? അല്ല, അദ്ദേഹം തുടർച്ചയായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ. ഇത് ആദ്യമേ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള അഴിമതി ചർച്ചയാവുകയും അതിന് തടയിടുന്നതിന് വേണ്ടിയുള്ള ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥന്, ജോൺ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ജോണിന് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ കൊണ്ട് ജോണിൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മിച്ചം പിടിക്കാൻ എന്തുണ്ടെന്നൊക്കെയുള്ള ഒരു സാധാരണമായിട്ടൊരു കണക്കൂട്ടിൽ പറ്റുമല്ലോ. അപ്പോൾ ജോണ് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾ ഒരു ഓടിക്കാറേ നടക്കുക, അല്ലെങ്കിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് അല്ലെ 10,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുക, അതിനുള്ള സംവിധാനം. അപ്പം അതിനകത്ത് ആ ഉദ്യോഗസ്ഥന് അഴിമതി നടത്തിയിട്ടല്ലേ ആ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം ഈ അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ ആസ്തിയും ഇതൊക്കെ അല്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ തുലനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയൊക്കെ തുലനം ചെയ്യുമ്പോൾ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് അറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായിട്ട് അത് ആദ്യമേ ഉദ്യോഗസ്ഥന്മാരുള്ള അഴിമതി എങ്ങനെ അല്ലെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ അഴിമതിയിൽ നിന്ന് മുക്തരാക്കാം എന്ന് ആക്കുന്നതിന് ആലോചിച്ചപ്പോൾ ഇത് തന്നെയാണ്. അത് നേരത്തെ നമുക്ക് 54 എനിക്ക് തോന്നുന്ന ഉള്ള ലോയായത്. സർക്കാർ ഉദ്യോഗസ്ഥര് നമ്മൾ കയറുമ്പോൾ തന്നെ അവരവരുടെ ആസ്തിയും മറ്റു കാര്യങ്ങളും പിന്നെ അത് ആരും തോന്നില്ലല്ലോ. കാരണം ആസ്തി വെളിപ്പെടുത്തണമെന്ന് പറയാൻ പോകുന്നവനും ഒക്കത്തില്ലല്ലോ, അവനും ഇടുന്നവരൊക്കെ മേടിച്ചായിരിക്കും. അപ്പൊ ഇവരെല്ലാം കൂടെ ഒരു കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ അതല്ല, ഓരോ കൊല്ലവും ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ വേണമെങ്കിൽ യോഗി വേണമെങ്കിൽ പറയാം, ഓരോ മാസം വേണമെങ്കിൽ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യാൻ പറയും. ഓരോ കൊല്ലവും ആസ്തി എന്തുണ്ടെന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിനകത്ത് അത്ര വ്യത്യാസമുണ്ട്, കുറവ് വന്നിട്ടുണ്ടോ കൂടുതലുണ്ട് വെളിപ്പെടുത്തണം എന്നുള്ള രീതിയിലൊക്കെ അത് അഴിമതി കണ്ടുപിടിക്കാൻ വളരെ കൃത്യമായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ആർജവമുള്ള ഒരു ഭരണാധികാരി ഉണ്ടായാൽ മതി. അങ്ങനെ ആർജവമുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നിൽക്കുന്ന ഒരവസ്ഥ വരും. നമുക്കറിയാലോ, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചില കാര്യങ്ങൾ ഒഴിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് എന്താ അഴിമതി നടക്കാത്തത്? അഴിമതി നടത്താൻ പറ്റത്തില്ല മോദിയുടെ കീഴിൽ. മോദി അഴിമതിക്കാരനല്ല. അതിന് മുമ്പൊക്കെയുള്ള ഒരു ആരെയും മാറ്റണ്ട. BJPയുടെ ഉൾപ്പെടെ നമ്മൾ പല സംസ്ഥാനങ്ങളും കണ്ടിട്ടില്ലേ? ബാംഗ്ലൂർ ഉൾപ്പെടെ അവിടെ ആരും വന്നാലും അഴിമതിയല്ലേ.
അപ്പം പിന്നെ അഴിമതിക്കകത്ത് അഴിമതി നടത്തുന്നവരെ നമ്മുടെ ആരെയും വെള്ളപൂശണ്ട. അഴിമതി നടത്താതിരിക്കണമെങ്കിൽ അത് നേതൃത്വം കൊടുക്കുന്നവർ അഴിമതിക്കാരല്ലാതാവണം. ഇച്ഛാശക്തി ഉണ്ടാവണം, എന്നാലേ അഴിമതി നടക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും ഒക്കെയാണ് മോദിയും യോഗിയും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ, അതായിരിക്കും നന്നാവുക.